ഈ 126 സങ്കീർത്തനം നാം ധാരാളം പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച് പഠിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. ഇത് ഹഗ്ഗായിയോ എസ്രായോ എഴുതി എന്ന് തിയോളജിയൻസ് അഭിപ്രായപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആമോസിന്റെ പ്രവചനം അവസാന വാക്യങ്ങളിൽ ഡോക്ടർ മാത്യു വർഗീസ് ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവം അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരും എന്നുള്ള റീസ്റ്റോറേഷനെ കുറിച്ച് പറഞ്ഞത് അവസാനിപ്പിച്ചത്. അവര് റീസ്റ്റോർ ചെയ്ത് 1-ാം ഘട്ടമായി വന്നതിന് ശേഷം എസ്ര പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ, പാടുന്ന ചില പാട്ടുകൾ ഒന്നും കൂടെ പറയാം. 3 ഘട്ടമായി അവർ 70 വർഷത്തെ പ്രവാസത്തിനായി കടന്നുപോയി. 3 ഘട്ടമായി മടങ്ങി വന്നു. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഏകദേശം 50,000 പേർ ആദ്യം വന്നു. അവർക്കൊരു മിഷൻ ഉണ്ടായിരുന്നു: ദൈവ സഭ പണിയുക, ആലയം പണിയുക, ആരാധന പുനഃസ്ഥാപിക്കുക. അവർ വന്ന് ആരാധന ആലയത്തിനു അടിസ്ഥാനമിട്ട് അവർ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്ന ചരിത്രം നമുക്ക് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 1-ാമത്തെ വാക്യം ജാതീയ രാജാവായ കോരേശിനെ ദൈവം ഉണർത്തിച്ച് ദൈവം കോരേശിനോട് പറഞ്ഞു. കോരേശ് പറഞ്ഞ വാക്യമുണ്ട് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം: നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ കോരേശ് ഇറങ്ങി നിന്ന് ഒരു വിളംബരം പറയുകയാണ്. 70 വർഷം മുമ്പ് നിങ്ങൾ പ്രവാസത്തിലേക്ക് പോയി. നിങ്ങളിൽ പലർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങളോട് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം വാഗ്ദത്തം നൽകി, നിങ്ങൾ മടങ്ങി വരും, നിങ്ങൾ മടങ്ങി വരും. ഈ മടങ്ങി വരവിന്റെ സന്ദേശം, വിളംബരം കോരേശ് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: നിങ്ങളിൽ ആരെങ്കിലും യഹോവയുടെ ജനമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അർത്ഥാത് ഈ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിച്ച് പാർക്കുന്നവരുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം കൊതിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു റീസ്റ്റോറേഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, ഈ തലമുറ ബാബേലിന്റെ പാപത്തിൽ പെടാത്ത ആരെങ്കിലും ബാബേലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. 70 വർഷം ബാബേലിൽ പാർത്ത ജനം ബാബേലിന്റെ പാപത്തിൽ വീണു. അവരുടെ ഇൻസ്ട്രുമെന്റുകളൊക്കെ അരുളി വൃക്ഷത്തിന്റെ മേലെ തൂക്കിയിട്ട് പാട്ടുപാടാൻ കഴിയാതെ, ആരാധന കഴിയാതെ അവരവിടെ ആയിരിക്കുമ്പോൾ ഒരു വിളംബരം വരുന്നു. എന്താ വിളംബരം? നിങ്ങളിൽ ദൈവജനമായിട്ട് റീസ്റ്റോറേഷൻ പ്രതീക്ഷിക്കുന്നവർ, വാഗ്ദത്തം പ്രതീക്ഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന ഇനമുണ്ടെങ്കിൽ നിങ്ങളുടെ മേലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു, നിങ്ങൾക്ക് പോകാം. 5-ാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. പശ്ചാത്തലം പറയും. 5-ാമത്തെ വാക്യം: അങ്ങനെ യഹൂദായുടെയും ബെന്യാമിന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും. കേട്ടോളം, ഈ വിളംബരം കേട്ടപ്പോൾ ദൈവത്താൽ ഉണർത്തപ്പെട്ടവർ എല്ലാവരും പോയില്ല. ലക്ഷക്കണക്കിന് ജനം പ്രവാസത്തിലേക്ക് പോയി ബാബേലിൽ പാർക്കുമ്പോൾ എല്ലാവരും പോയില്ല. ദൈവത്താൽ ഇളക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നവർ, ആത്മസാന്നിധ്യം ചലിച്ചുകൊണ്ടിരുന്നവർ, അവരെ പുറപ്പെടാൻ തയ്യാറായി. ഇന്നും റീസ്റ്റോറേഷൻ നടക്കുന്നത് ആത്മമണ്ഡലത്തിൽ ചലനമുള്ളവർക്ക്. ആത്മാവിനെ ശുശ്രൂഷിക്കുന്നു. റീസ്റ്റോറേഷൻ സംഭവിക്കുന്നത് വാഗ്ദത്തം പ്രതീക്ഷിക്കുന്നവർക്ക്, ആത്മാവിൽ ചലിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവരിൽ ആത്മാവിനായി ഇളക്കപ്പെട്ടവർ ഈ വിളംബരത്തോട് പ്രതികരിച്ചു. ഇന്ന് പകൽ ഈ മഹാസമ്മേളനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു: നമ്മുടെ ജനത്തിൽ റീസ്റ്റോറേഷൻ ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ റീസ്റ്റോറേഷൻ ഉണ്ട്. നമ്മുടെ സമൂഹം ഈ 2025 ഇനി മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു റീസ്റ്റോറേഷൻ നമ്മൾ കൊതിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്നടിച്ച് ദൈവത്തെ ഈ പക സ്തുതിക്കട്ടെ. ഒന്നാമത്തെ ഗ്രൂപ്പ് പൊളിറ്റിക്കൽ ലീഡറായ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നു. നമ്മൾ ഇന്നലെ കേട്ടു.
വന്നു കഴിഞ്ഞപ്പോൾ അവരാദ്യത്തെ ഗ്രൂപ്പ് വന്നു നിൽക്കുകയാണ്, ബാക്കിയുള്ളവർ പ്രവാസത്തിൽ കിടക്കുകയാണ്. വന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, ആരാധന പുനഃസ്ഥാപിച്ചു. ഞാൻ പറയുന്നത് എസ്രാ 3:10 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ യങ് ജനറേഷൻ, ഞങ്ങളെ പോലുള്ളവർ യങ് ജനറേഷൻ വാദ്യ ഉപകരണങ്ങൾ എടുത്ത് ആരാധന തുടങ്ങി. വായിക്കുമോ? 10-11 വാക്യങ്ങൾ, 3-10-11 വാക്യങ്ങൾ. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി അവർ യഹോവയെ അവൻ നല്ലവൻ, അവർ പാടി യഹോവയെ യഹോവ നല്ലവനല്ലോ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നിങ്ങനെ പാടി സ്തുതിച്ചപ്പോൾ, നോക്കുക, നിങ്ങൾ നോക്കിയാൽ മതി, 13-ാമത്തെ വാക്യം, അവർ ആർപ്പിട്ട്, യങ് ജനറേഷൻ ആർപ്പിട്ട് ആരാധിക്കുകയാണ്. കാരണം അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാകുന്ന ആലയത്തിന് അടിസ്ഥാനമിട്ടു. കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ 13-ാം വാക്യത്തിൽ വരുമ്പോൾ അങ്ങനെ ജനത്തിൽ പഴയ ആലയത്തിന്റെ മഹത്വം കണ്ട വയോധികരായ ഒരു ജനറേഷൻ, ലിസൺ, യങ് ജനറേഷൻ പാടി ആരാധിക്കുമ്പോൾ പഴയ ആലയത്തിന്റെ മഹത്വം കണ്ട വയോധികരായ ജനറേഷൻ, they are weeping and crying. അവര് കരയാൻ തുടങ്ങി. ആമേൻ. ലിസൺ, ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പഴയ മഹത്വം കണ്ട പിതാക്കന്മാർ കരയാൻ തുടങ്ങി. ഈ കരച്ചിലും ആരാധനയും കൂടെ 13-ാം വാക്യം എങ്ങനെ വായിക്കുന്നത്, ബഹുദൂരമെത്തി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ പിതാക്കന്മാർ ഒഴിക്കുമ്പോ, ഞങ്ങൾ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ദൈവത്തെ സ്തുതിക്കുമ്പോ ഞങ്ങൾക്ക് പറയാൻ കഴിയും, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. കരമടിച്ച് ദൈവത്തെ ഇന്ന് പകൽ സ്തുതിക്കട്ടെ, യഹോവ ഞങ്ങൾ വൻ കാര്യം ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. 1-ാമത്തെ വാക്യം എന്താ? ഈ പശ്ചാത്തലമാണ് ഈ സങ്കീർത്തനം. 1-ാം വാക്യത്തിൽ അവർ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അടുത്ത വാക്യം, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. അപ്പം ഈ അന്ന് ആർപ്പ്, ചിരി, സന്തോഷം. 5-ാം വാക്യത്തിൽ കണ്ണുനീർ. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. 2 ജനറേഷൻ, 2 ജനറേഷൻ അവരിങ്ങനെ കരച്ചിലും സന്തോഷം. ഇവർ രണ്ടുപേരും പറഞ്ഞെന്തറിയാമോ? ദൈവം ഞങ്ങൾ റീസ്റ്റോർ ചെയ്തെന്ന്. റീസ്റ്റോർ ചെയ്യപ്പെട്ട ദൈവമക്കൾ തിങ്കളാഴ്ച മുതൽ ഈ സാറ്റർഡേ നൈറ്റ് വരെ റീസ്റ്റോർ സന്ദേശക ദൈവമക്കൾ, റിന്യൂ ചെയ്യപ്പെട്ട ദൈവമക്കൾ പറഞ്ഞാട്ട് ഞങ്ങളെ ദൈവം മടക്കി വരുത്തിയിരിക്കുന്നു, ഞങ്ങളെ ദൈവം മടക്കി വരുത്തിയിരിക്കുന്നു, ഞങ്ങളെ ദൈവം മടക്കി, ചേർന്ന് പറഞ്ഞ് ഞങ്ങളെ ദൈവം മടക്കി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിസൺ, ഇനി എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനമായി അടുത്ത എൻ്റെ നിമിഷങ്ങൾ ഞാൻ ചെലവിടാൻ ആഗ്രഹിക്കുന്നു. അപ്പം 2 ജനറേഷൻ പറയുകയാണ്, ഞങ്ങളെ കർത്താവ് റീസ്റ്റോർ ചെയ്തു, ഞങ്ങളെ മടക്കി കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേഴ്സ് 4 ഒരു കരച്ചിൽ, ഒരു പ്രാർത്ഥന. നോക്കൂ, വായിക്കൂ. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരും. ഇന്നലെ ഈ വാക്യം ഇവിടെ ഉദ്ധരിച്ചപ്പോഴാണ് ഈ സന്ദേശം എൻ്റെ ഉള്ളിലേക്ക് ചിന്തകൾ വന്നത്. ഈ മനുഷ്യൻ ഈ കരയുന്നവരും സ്തുതിക്കുന്നവരോട് ചേർന്ന് പറയുകയാണ്, അവർ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ച് സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെട്ടെന്ന് പോസ് ചെയ്യുന്നത് പോലെ, മൊത്തത്തിൽ സ്റ്റോപ്പ് ആകുന്നത് പോലെ നിന്നിട്ട് ഒരു ഭയങ്കര കരച്ചിൽ, പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? കർത്താവേ, ഞങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, ഞങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, പക്ഷേ ഞങ്ങളുടെ ഒരു സമൂഹം ഇപ്പോഴും ക്യാപ്റ്റിവിറ്റിയിൽ കിടക്കുന്നു. സ്വത്രം പറഞ്ഞാട്ടാ, ഞങ്ങളുടെ സമൂഹം ഇതാണ്. റീസ്റ്റോർ ചെയ്യപ്പെട്ടവർ ഇന്ന് പകൽ ഈ ഹോളിൻ്റെ നിന്ന് പന്തൽ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ദൈവിക നിയോഗം ഞാൻ പറയുകയാണ്. 2025 ഇവിടെ ആരാധനയ്ക്ക് ഇരിക്കുവാൻ സ്ഥലമില്ലാതെ നമുക്ക് ജനം ഓവർഫ്ലോ ചെയ്യണം. അടുത്ത ഒരു വലിയ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണം. ദൈവമക്കളെ, നമ്മുടെ സമൂഹത്തിൽ ആൾ കൂടാൻ വേണ്ടി ആ നിയോഗത്തോടെ ഞാൻ
ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, പ്രവാസത്തിൽ കിടക്കുന്ന ഒരു ജനത്തെ ഓർത്ത് കരയുവാൻ ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ പറഞ്ഞാട്ട് ഞങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ശരിയാ, അവര് പറയാണ് തെക്കേ നാട്ടിലെ തോടിനെ പോലെ. ഞാനത് ചോദിച്ചു, അപ്പൊ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഈ അടുത്ത ബാക്കിയുള്ളവരെ മടക്കി വരുത്തുമെന്ന് പറയുമ്പോൾ എന്താ ഈ തെക്കേ നാടിന്റെ പ്രത്യേകത? തെക്കേ നാടിന്റെ തോടിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? അങ്ങനെ പറയണമെങ്കിൽ ഹഗായിയോ അല്ലെങ്കിൽ എക്സ്ട്രായോ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് അതിന്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായത്, തെക്കേ നാടിൻ്റെ ചില വേർഷന് സൗത്ത് എന്നും ചില വേർഷൻ നെഗവ് എന്ന. നെഗവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അർത്ഥം ഡ്രൈ എന്ന, ഡ്രൈ ഫ്ലഷ്. എന്നാൽ ഈ തെക്കേ നാടിൻ്റെ തോടിൻ്റെ പ്രത്യേകത, ഡ്രൈ ആയി കിടക്കുമ്പോൾ ഒരു മഴ പെയ്താൽ, ഒരൊറ്റ മഴ പെയ്താൽ ഡ്രൈ ആ കിടക്കുന്ന പ്ലേസിൽ മാലിന്യം കിടക്കുന്ന റിവർ പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഫ്ലഡായി മാറും. ഇത് അന്നത്തെ പാലസ്തീൻ പശ്ചാത്തലം അറിയുന്ന എസ്രാ പറയാണ്, തെക്കേ നാടിന്റെ തോടിന് പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? ഒരൊറ്റ മഴ കൊണ്ട് ഫ്ലഡായി മാറുമെങ്കിൽ ഒരൊറ്റ മഴ മതി ഈ ജനത്തെ മടക്കി വരുത്താൻ. ആത്മാവിന്റെ ഒരു മഴ നമ്മുടെ സമൂഹത്തിന്റെ മേൽ ഇന്ന് പകല് പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരൊറ്റ മഴ ഡ്രൈനെസ്സിനെ മാറ്റുവാൻ, ഒരൊറ്റ മഴ മടങ്ങി വരവിന് വേണ്ടി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മകൾ, ഈ മഴയുടെ സാന്നിധ്യം ഈ പന്തലിനകത്ത് അനുഭവിക്കുന്നവർ ഇന്ന് പകലിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ കരമടിച്ച് പറഞ്ഞ്, എന്റെ ദൈവമേ, എന്റെ സമൂഹത്തിന്റെ മേൽ ഒരു ആത്മാവിന്റെ മഴയെ ഇന്ന് പകല് അയക്കണമെന്ന് എത്ര പേർ എന്റെ കൂടെ ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കും? ആത്മാവിൽ നാമങ്ങൾ ചലിക്കട്ടെ. റീസ്റ്റോർ ചെയ്യപ്പെടാൻ മഴ ആവശ്യമാണ്. ഇന്നലെ ഇവിടെ നമ്മൾ കേട്ടില്ലേ, എഗസ്കേൽ 37 റീസ്റ്റോർ ചെയ്യപ്പെടാൻ ഒരു കാറ്റ് ആവശ്യമാണ്. ഇന്ന് പ്രതീക്ഷയില്ലാത്തതായിരിക്കാം, പക്ഷെ പ്രതീക്ഷ കൊണ്ടുവരുന്നൊരു കാറ്റുണ്ട്, പ്രതീക്ഷ കൊണ്ടുവരുന്നൊരു മഴയുണ്ട്. ഞാനത് അനുഭവിക്കുന്നു. എൻ്റെ കൂടെ ആത്മസാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുന്ന ഈ മക്കളുണ്ടെങ്കിൽ പറഞ്ഞാട്ട്, കർത്താവേ, തെക്കേ നാട്ടിനെ പോലെ എൻ്റെ ഹല്ലേലൂയ സഭയിൽ, എൻ്റെ ആത്മമണ്ഡലത്തിൽ, എൻ്റെ ശാരീരിക മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഒരു മഴ ഞങ്ങളുടെ മേൽ അയക്കണമേ. കുഞ്ഞെ ഡ്രൈനെസ് മാറാൻ നമ്മൾ പറയും, ഞങ്ങൾ ആത്മമണ്ഡലം ഡ്രൈ, ഞങ്ങളുടെ സഭ ഡ്രൈ. ആരെയാ നമ്മൾ കുറ്റം പറയുന്നത്? പാസ്റ്റേഴ്സ്, ലീഡേഴ്സിനെയോ? ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കണ്ണു തുറന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ലോർഡ് സെൻഡ് വൺ റെയിൻ അപ്പോൺ us, ഞങ്ങളുടെ മകളിലേക്ക് ഒരു മഴയെ ഇന്ന് പകൽ അയക്കണമെന്ന് ആത്മാവ് ഈ സമാപന സമ്മേളനത്തിൽ ആത്മചൈതന്യം പ്രാപിപ്പാൻ ആഗ്രഹമുള്ള ദൈവത്തിന് മക്കൾ പറഞ്ഞ്, ലോർഡ് സെൻഡ് എ റെയിൻ, എൻ്റെ ദേഹത്തേക്ക് ഒരു മഴ ഇന്ന് പകൽ അയക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കണമേ, എൻ്റെ സമൂഹത്തിൽ അയക്കണമേ. അതൊരു നീന്തി തുടിക്ക് തലത്തിലേക്ക് ഈ നദി ഒഴുകേണ്ടതിനായി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഡ്രൈനെസ് മാറും മകനെ, കുഞ്ഞതിന് ഡ്രൈനെസ് മാറും, നിന്റെ ശുശ്രൂഷവൻ ഡ്രൈനെസ് മാറും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലേക്ക് ഇറങ്ങി വന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾ ഡ്രൈനെസ് മാറും, കുടുംബജീവിതത്തിൽ ഡ്രൈനെസ് മാറും, ഭൗതിക മണ്ഡലത്തിൽ ഡ്രൈനെസ് മാറും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ ഇന്ന് പകൽ സ്തുതിച്ചാരാധിക്കട്ടെ. ജീനാധന രഗനാധന ധേനധാന ഹശമാന ധഗനെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ചില മൂന്നാഴ്ചകളായി ഉത്തരഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നു പോകാനിടയായി. എൻ്റെ കൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട അധിവാസന്മാരോട് ഇരിപ്പുണ്ട്.
They can understand anything our language. നമ്മൾ ഹിന്ദി സഹോദരങ്ങളാണ്. നമ്മൾ ഉത്തരഭാരതത്തിലെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആത്മാക്കളൊന്നും രക്ഷിക്കപ്പെടുന്നില്ല, ആത്മാക്കളൊന്നും വരുന്നില്ല, പീഡനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെന്നേ, അല്ല. അവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. പണ്ട് പത്രങ്ങളിൽ ഫോട്ടോ വരും, ഇന്ന് അവരിടുന്നില്ല. കാരണം പലതിനെ മാനിച്ചിടുന്നില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഉത്തരഭാരതത്തിൽ ഞാൻ ഇവിടെ എൻ്റെ കൂടെ അന്ന് കടന്നു വന്ന നമ്മുടെ പാസ്റ്റർ റജീവ് എബ്രഹാം ഇരിപ്പുണ്ട്. എവിടെയോ ഇരിപ്പുണ്ട്. 22 വർഷങ്ങൾക്കും കഴിഞ്ഞ ദിവസം പാസ്റ്റർ വില്യം സ്റ്റാനിയൽ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. 22 വർഷം മുമ്പ് അവിടെ ചെന്ന് ആ കത്തുദാസനെ ഫിലിം ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് 2 കൈ കൊണ്ട് ചള്ളക്ക് അടിച്ചു. ആ ദിവസം പറഞ്ഞ 4 വർഷത്തോളം എന്തോ ഒരു മൂളല പാസ്റ്ററെ ഇവിടെ. ഞാൻ ചോദിച്ചു, എന്താ താങ്കൾ വിട്ടുപോകുന്നില്ലേ, ഇനി ഇവിടെ കിടക്കണോ എന്ന് ചോദിച്ച പറയാ, എന്റെ അകത്തളങ്ങളിൽ ആത്മശക്തി കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ബീഹാറിൽ കിടക്കും. ഇന്ന് പകൽ അങ്ങനെ അധ്വാനിക്കുന്ന ഉത്തരഭാരതത്തോട് ഞാൻ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മേലേക്ക് ഒരാത്മ നദി ഇന്ന് പകൽ ഒഴുകിയെങ്കിൽ എത്ര നന്നായിരുന്നു. പിടിച്ചു നിൽക്കുവാൻ, പെർസിക്യൂഷൻ നിൽക്കുവാൻ ജനത്തിന്റെ മേൽ ഒരാത്മ നദി. ഞാൻ കൊണ്ടുവന്ന പോയിന്റുകളൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ കൂടെ ആത്മാവിൽ ആരാധിപ്പാൻ കഴിയും ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുടങ്ങട്ടെ. ദൈവദാസന്മാരെ, നമുക്ക് ഒന്നിച്ചു പറയാം, ഞങ്ങളുടെ സമൂഹത്തിന്റെ മേ ഒരാത്മയുടെ നദി ഒഴുകണമേ, ഒരു മഴ പെയ്യിക്കണമേ എന്ന് എത്ര പേർ എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മേലേക്ക് ഒരു ആത്മ നദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എനിക്ക് യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് ശാന്തമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശാന്തമായി. ഞാനൊരു സുവിശേഷ വേലക്കാരനായി ജനിച്ച് വളർന്നവനല്ല, ആഗ്രഹിച്ചതുമില്ല. അന്ത്യവയോധികനായ ഒരു പിതാവ് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, മുഖത്തല പാപ്പച്ചൻ. സുവിശേഷാത്മാവുള്ള മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന പാസ്റ്റർമാരിൽ 40-50% പാസ്റ്റർമാർക്ക് ആ പിതാവിൻ്റെ സുവിശേഷ വേലയെക്കുറിച്ച് അറിയാം. 55 വർഷം മുമ്പ് ഈ സെമിനാരി പഠിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് തെക്കൻ നാട്ടിൽ പോയതാ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ കാരണം എൻ്റെ ജ്യേഷ്ഠൻ അറിയപ്പെട്ട ഒരു പ്രഭാഷകനായതുകൊണ്ടല്ല, എൻ്റെ പിതാവ് ഒരു സുവിശേഷ വേലക്കാരനായതുകൊണ്ടുമല്ല. ദുബൈ സെൻട്രൽ ജയിലിൽ ഞാൻ കിടക്കുമ്പോൾ ആത്മസാന്നിധ്യം ജയിലിനകത്ത് അനുഭവിച്ചവനാ. എൻ്റെ യേശുവിനെ ഞാൻ അനുഭവിച്ചതാ. എൻ്റെ സുഹൃത്തുക്കൾ വേദിയിലുണ്ട്, ഷോപ്പിൽ വേദിയിലുണ്ട്, ഷാർജക്കാർ പല സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ധാരാളം പേരുണ്ട്. ഞാൻ പറയാം, ആത്മസാന്നിധ്യം എന്താണെന്ന് ജയിലിറക്കകത്ത് ഞാൻ അനുഭവിച്ചതാ. അത് കാട്ടിലാണെങ്കിലും അനുഭവിക്കും, ജയിലിലാണെങ്കിലും അനുഭവിക്കും, അത് നമ്മുടെ ഹോളിലാണെങ്കിൽ അനുഭവിക്കും, ഇവിടെ പുൽപ്പിറ്റിൽ അനുഭവിക്കും. wherever you are, നീ എവിടെയായിരുന്നാലും അവിടെ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയും. ആ ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിലേക്ക് ഇന്ന് പകലൊന്ന് ഒഴുകിയെങ്കിൽ എത്ര നന്നായിരുന്നു. ആത്മസാന്നിധ്യം മാത്രമേ നമ്മുടെ ഡ്രൈനസിനെ മാറ്റാൻ കഴിയത്തുള്ളൂ. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ഈ പകൽ സ്തുതിക്കട്ടെ. കരമടിച്ച് ശക്തിയോടെ ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാത്മ മാറി ഇന്ന് പകൽക്കാലം വീട്ടിൽ കൊണ്ടുപോകും. എത്ര പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 7 ദിവസത്തെ സന്ദേശം കൊണ്ട് റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ കരം ഉയർത്തിപ്പിടിച്ച് എനിക്ക് കാണണം. കാരണം ഈ പാസ്റ്റർമാർ, ഈ ഭക്തന്മാർ കരഞ്ഞ് 21-7 ഒക്കെ ഉപസിച്ചായി പ്രിയപ്പെട്ടവർ സന്ദേശത്തിൻ്റെ തലവാചകം എടുത്തത്. മെസ്സേജ് പറഞ്ഞ ദിവാസന്മാർ ചോദിക്കണം, പ്രസവവേദനയോടെയാണ് മണിക്കൂറുകൾ മാസങ്ങൾക്ക് ഇരുന്ന് സ്തോത്രം ചെയ്ത് മെസ്സേജ് ഉണ്ടാക്കിയത്. അവർ കൊണ്ടുവന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഡെലിവർ ചെയ്തു. ഇവിടെ അവരെ ആഗ്രഹം റീസ്റ്റോർ ചെയ്യപ്പെടണമെന്ന. റീസ്റ്റോർ ചെയ്യപ്പെട്ടവർ കരം കാണട്ടെ. റീസ്റ്റോർ ചെയ്യപ്പെട്ട കരം കാണട്ടെ. റിന്യൂ ചെയ്യപ്പെട്ടവർ, ആത്മശക്തിയാൽ പുതുക്കം പ്രാപിച്ച പ്രിയപ്പെട്ടവർ ഈ കൺവെൻഷനുടെ കരം ഉയർത്തിപ്പിടിക്കുക. റീസ്റ്റോർ ചെയ്യപ്പെട്ട 50,000-ഓളം പേർ വന്ന ആലയത്തിന് അടിസ്ഥാനം ഇട്ടിട്ട് അവർ കരഞ്ഞു നിലവിളിക്കുന്നു, ആഹ്ലാദം കാണിക്കുന്നു, ആരാധിക്കുന്നു. ഉടനെ അവർ ലീഡറായിരിക്കാം,
ലീഡർ പൊട്ടിക്കരഞ്ഞൊരു പ്രാർത്ഥന, കർത്താവേ തെക്കേ നാട്ടിലെ തോടിനെ പോലെ ഞങ്ങളുടെ ബാക്കിയുള്ളവരെ. ലിസൺ, ബാക്കി പ്രവാസത്തിൽ കിടക്കുന്നവർ ഈ പന്തലിൽ പുറത്തു നിൽക്കുന്നു. ഉത്തര ഭാരതത്തിൽ കിടക്കുന്നു, ദക്ഷിണ ഭാരതത്തിൽ കിടക്കുന്നു. ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ വിളിച്ചു പറഞ്ഞു. അമേരിക്കയിൽ എൻ്റെ സിറ്റിയിൽ കിടക്കുന്നു പ്രവാസികളായി പിശാചിന്റെ പാപത്തിന് അടിമത്തം പിടിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു യങ് ജനറേഷൻ നമ്മുടെ സമൂഹത്തിൽ കിടക്കുമ്പോൾ എത്ര മാതാപിതാക്കൾക്ക്, എത്ര യൗവനക്കാർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റും, ഓരോ മഴയെ അവരുടെ മേലേക്ക് അയക്കണമേ. 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 കാര്യങ്ങൾ. എന്താ അവിടെ എഴുതിയേക്കുന്നത്? സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അതോ ആർപ്പോടെ കൊയ്യും. 1, ഞാൻ താഴേന്ന് മേപ്പോട്ട് പറയാം. 1, കറ്റ ചുമന്നുകൊണ്ട് നടക്കുക. വിത്ത് ചുമന്നുകൊണ്ട് നടക്കുക. വിത്ത് ചുമന്നുകൊണ്ട് നടക്കുക. 2, ചുമന്നോട് നടക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് നടക്കുക. കരച്ചിൽ കാണിക്കുന്നത് ആത്മാർത്ഥതയും പ്രാർത്ഥനയും അല്ലേ? കരഞ്ഞുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് നടന്ന്. 3rd one, വിതയ്ക്കുക. പ്രിയപ്പെട്ടവരെ, പ്രവാസത്തിൽ കിടക്കുന്ന, കൊലോസി ലേഖനം 1:13 കൊടുത്തിട്ടുണ്ട്. പ്രവാസത്തിൽ കിടന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. പാപത്തിന്റെ അന്ധകാരത്തിൽ സമൂഹം നമുക്കുണ്ടായിരുന്നില്ലേ? വായിക്കുമോ? 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ ഇരുട്ടിന്റെ അധികാരത്തിൽ നാം ആയിരുന്നു. ഈ ഇരിക്കുന്ന ഏതോ പാവപ്പെട്ട ദൈവദാസന്മാർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാം പ്രവാസത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഈ പാവപ്പെട്ട ദൈവദാസന്മാരെ പലവരുടെ കണ്ണുനീരാ. 2005 ഞാൻ ദുബൈ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വരുമ്പോൾ തലമുടി വളർന്നിട്ടില്ല. അന്ന് എൻ്റെ പാസ്റ്റർ, ഇന്നത്തെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ VJ അമ്മാമ ഇവിടെ ഉണ്ട്. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ പഴയ വീട്ടിൻ്റെ തളത്തിൽ കുത്തിയിരുന്നു. എന്നെ ചേർത്ത് പിടിച്ച്, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, അച്ഛാ ഞാൻ ജയിലിൽ വെച്ച് കർത്താവിനെ കണ്ടു, മിനിസ്ട്രിക്ക് പോകണം. അച്ഛൻ എന്നോട് പറഞ്ഞ് നിന്നെ മിനിസ്ട്രിക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞ് ഇവിടെ അന്നത്തെ കൗൺസിലിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തി. ഒരു പഴയ അംബാസഡർ ഭക്തൻ വിളിച്ചു കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവന് സുശേഷകന, ഇവനെ കൈവച്ച് വേർതിരിക്കാൻ പറഞ്ഞു. അന്ന് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നു. ചില ഭക്തന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഗർവമില്ല നാം ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പകൽ പ്രവാസത്തിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നു. നീ ആത്മഹത്യ ചെയ്യണ്ട, നീ നിരാശപ്പെട്ടു പോകണ്ട. നിന്റെ മേലേക്ക് ദൈവ സാന്നിധ്യം അയക്കാം. ദൈവത്തിന് കഴിയും. എന്റെ കൂടെ ചേർന്ന് കരമൊന്നടിച്ച് ദൈവത്തെ, സന്തോഷമുള്ളവർ മാത്രം കരമൊന്നടിച്ച് സന്തോഷത്തോടെ. ഞാൻ എൻ്റെ സന്ദേശം അവസാനം. കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻസ് പ്ലീസ് ലിസൺ കെയർഫുള്ളി. എല്ലാ യൗവനക്കാർ ശ്രദ്ധിച്ചേ. മക്കളെ, ഇവിടെ നമ്മുടെ പിതാക്കന്മാർ, ഇവരുടെ ജനറേഷൻ കഴിയാൻ പോകുക. ഇവർക്ക് നമ്മളെ പോലെ ഓടാനോ ചാടാനോ ഒന്നും ഇനി പറ്റില്ല. അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ എൻകറേജ് ചെയ്യാനും പറ്റും. അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവാസത്തിൽ കിടക്കുന്ന അടുത്തൊരു ജനറേഷനെ ഹൂ വിൽ സേവ്, ആരവരെ സേവ് ചെയ്യും? ആരുണ്ട് വിത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ? ആരുണ്ട് കരഞ്ഞുകൊണ്ട് നടക്കാൻ? ആരുണ്ട്? ഞാനൊരു മിഷൻ ചലഞ്ച് ഒന്നല്ല കൊടുക്കുന്നത്. പക്ഷേ റീസ്റ്റോർ ചെയ്യപ്പെട്ടവർ, ഏറ്റവും പ്രധാനമായി റീസ്റ്റോർ ചെയ്യപ്പെട്ട സഭ ചെയ്യേണ്ടത് സുശേഷീകരണം. റീസ്റ്റോർ ചെയ്യപ്പെട്ട ഒരു സമൂഹം ഏറ്റവും അധികം ചെയ്യേണ്ടത് സുശേഷീകരണമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, എവിടെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ, എൻ്റെ സമയം തീരാൻ പോയി, എനിക്ക് അവിടെ അവസാനിപ്പിക്കണം. എന്നെ ഇഷ്ടമുള്ള ദേവദാസന്മാരെ താമസിച്ചാനൊക്കെ എങ്കിലും എന്നെ പിടിച്ചു നിർത്തും, ഇരിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഒറ്റ വാക്കിൽ പറയുക, ആർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ? പ്രവാസത്തിൽ കിടക്കുന്ന അടുത്തൊരു ജനറേഷനെ സേവ് ചെയ്യാൻ ഞാൻ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് പോകണം കർത്താവേ എന്ന് പറയാൻ ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ, പ്രായം അതിന് വിഷയമല്ല,
പരിശുദ്ധാത്മ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കും. ചില കരങ്ങൾ ഞാൻ കാണുന്നു, ചില ജനങ്ങൾ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മ നിയോഗത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, ആത്മസാന്നിധ്യത്തിൽ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇങ്ങനെ ചോദിക്കാൻ പറയുന്നു, അടുത്ത ഒരു ജനറേഷനെ നേടാൻ വേണ്ടി ഉത്തരഭാരതത്തിലേക്ക് ആളിനെ വേണം, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ആളിനെ വേണം. ആർക്ക് വിത്ത് ചുമന്നുകൊണ്ട് കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് അടുത്തൊരു ജനറേഷൻ നേടാൻ വേണ്ടി എത്ര പ്രിയപ്പെട്ടവർ തയ്യാറുണ്ട്? നിങ്ങളുടെ കരം ഞാനൊന്ന് കാണട്ടെ, കരമൊന്ന് കാണട്ടെ. അങ്ങനെ അതല്ല, എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് പാസ്റ്റർ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഒരു യങ് ജനറേഷനെ സെൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുക്കുന്നവരെ മേലാണ് തെക്കേ നാട്ടിലെ തോടിനെ പോലൊരവസ്ഥ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മഴ നമ്മുടെ മേലേക്ക് കർത്താവ് പെയ്ക്കുന്നത്. ഇന്ന് പകൽ കർത്താവ് ചെയ്യാൻ പോകുക. ഇന്ന് പകൽ കർത്താവ് ദൈവത്തിൻ്റെ മഴ പെയ്തു തുടങ്ങിയാൽ അതിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. നമ്മൾ അതിരിട്ട് വെക്കണ്ട. പരിശുദ്ധാത്മാവ് അവൻ്റെ പ്രവൃത്തി ചെയ്യും. ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അത്യന്തമായ ശക്തി. കേൾക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം തയ്യാറാ മതി, ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും. ഇന്ന് പകൽ ഒന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ കഴിയട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത്, ഈ പന്തലിനകത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അനുഭവിക്കാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ചാണ്. ശമന ലഗദന ഹതുരിയാന്തന റമന വൈശമനാദന രഗദഗസിയാധരെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരാത്മശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ ഹോളിനകത്ത്. അർത്ഥരാധന. രോഗികൾ സൗഖ്യമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ആത്മാവിൽ വിശ്വസിക്കുന്നു. ചില ആത്മഹത്യകൾ മാറിപ്പോകുന്നു. ദൈവത്തിന്റെ മഴ ഇതിനകത്ത് പെയ്തിറങ്ങുമ്പോ ചില മാലിന്യങ്ങൾ മാറിപ്പോകുന്നു. ദൈവത്തിന്റെ മഴ ഒഴുകുമ്പോ ചില മാലിന്യങ്ങൾ മാറിപ്പോകുന്നു. യോജിക്കേണ്ടതിനെ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു. യൗവനക്കാരെ, ദൈവത്തിനായി സമർപ്പിക്കുന്ന ജീവിതം, നിന്റെ മേലേക്ക് ദൈവത്തിന്റെ മഴ ഈ പകലയക്കുകയോ. നീ ആള് മാറിയവനെ പോലെ ദൈവത്തിനെ ചേഞ്ച് ചെയ്യാൻ പോകുക. ഈ പന്തലിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ദൈവത്തിന്റെ മഴ പെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ചില രോഗികൾ സൗഖ്യമാകുന്നു, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുന്നു, ചിലരെ ഇന്ന് പകൽ രൂപാന്തരപ്പെടുത്തുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തെക്കേ നാട്ടിലെ തോടിനെ പോൽ ഒരു മഴ ഈ ഹോളിനകത്ത് ഇന്ന് പകൽ പെയ്തിറങ്ങട്ടെ. കർത്താവേ, സുവിശേഷ വേലയ്ക്കായി ഇന്ന് പകൽ സമർപ്പിച്ച ചിലവരുടെ കൈകരകരങ്ങൾ ഇന്ന് അങ്ങ് കണ്ടല്ല കർത്താവേ. ലോർഡ് സെൻഡ് ദം. അവരെ നീ ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കണേ കർത്താവ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഴ പെയ്ത് ഇറങ്ങി അവർ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി അടുത്ത പ്രവാസത്തിൽ കിടക്കുന്ന സെക്കൻഡ് ലെവൽ ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ യേശുപ്പ ഈ ജനത്തിൻ്റെ മേൽ ഒരു മഴ ഇന്ന് പകലയക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് കർത്താവിനെ ഒരു വിശ്വസിച്ചു.